നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെട്ടെന്നൊരു ദിവസം ഉറക്കമെണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ അന്നുവരെ നീല നിറത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന അരുവി, നദി ചോര നിറത്തിലാകുന്നു. അതിഭീകരമായ ദുർഗന്ധം പരിസരത്ത് അടുക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ മാറിയിരിക്കുന്നു. ഇത്രയധികം ചോര അതെങ്ങനെയാണ് നദിയിലുണ്ടായത്? ഒരു വലിയ കൊലപാതകം എന്തെങ്കിലും സംഭവിച്ചോ? ഒട്ടനവധി രക്തം തളം കെട്ടി നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഒരു ഭീതി സമീപവാസികൾ പോലീസിനോടടക്കം പങ്കുവയ്ക്കുകയാണ്. കടും ചുവപ്പ് നിറത്തിൽ, രക്തനിറത്തിൽ നദി ഒഴുകുന്നതിന് പിന്നാലെ വലിയ പരിഭ്രാന്തിയാണ് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിലേക്കുണ്ടായത്. അവിടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു നദിയുടെ നിറം ഇത്തരത്തിൽ പെട്ടെന്ന് കടുംകട്ടി ചുമപ്പായി മാറി. ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നു. നദിയിൽ ഇത്രയധികം ചോര ഒഴുകുന്ന രീതിയിൽ എന്ത് സംഭവമാണ് ഉണ്ടായത്? രക്തം പടർന്ന് പന്തലിച്ചതുപോലെ, ചുരിഞ്ഞൊഴുകുന്നത് പോലെയാണ് പ്രദേശവാസികൾ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തത്. അതുകൂടാതെ പരിസരത്തേക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധം വമിച്ചതും പ്രദേശവാസികൾ എടുത്തു പറയുകയാണ്. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ബ്യൂണസ് അയേഴ്സിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള അവലനഡ എന്ന പട്ടണത്തിലാണ് ഈ സംഭവം. രാവിലെ ഉറക്കമെണീറ്റപ്പോഴാണ് പ്രദേശവാസികൾ എല്ലായിടത്തും ദുർഗന്ധം വമിക്കുന്നതായി അനുഭവപ്പെട്ടത്. അതിന് പിന്നാലെ അതിൻ്റെ കാരണം തപ്പി പ്രദേശവാസികൾ ഇറങ്ങി. എന്നാൽ അത് കണ്ടതാകട്ടെ വലിയ ആശങ്കയുമായിരുന്നു. നദിയിലേക്ക് നോക്കിയപ്പോൾ ഇന്നലെ വരെ ഒഴുകിയ വെള്ളത്തിന് പകരം രക്തമൊഴുകുന്നത് പോലെ ആയിരുന്നുവെന്നാണ് പ്രദേശവാസിയായ മരിയ ഡിക്കോംസ് അന്താരാഷ്ട്ര മാധ്യമത്തോട് പറഞ്ഞത്. നദി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് നദി ഇങ്ങനെ ചോര തളം കെട്ടിയതുപോലെ ആയത്? എന്താണ് ഈ നിറമാറ്റത്തിന് കാരണം? ഇതിൻ്റെ പരിഭ്രാന്തിയൊക്കെ തന്നെ പ്രദേശവാസികൾ പങ്കുവച്ചു. ഇതിന് പിന്നാലെ രാജ്യത്തെ പരിസ്ഥിതി മന്ത്രാലയം ഈ നദിയിലെ വെള്ളത്തിൻ്റെ സാമ്പിൾ കൃത്യമായി എടുത്ത് പരിശോധന നടത്താനായി തീരുമാനിച്ചു. നദിയിലേക്ക് മാലിന്യം തള്ളുന്ന നിരവധി ഫാക്ടറികൾ തൊട്ടടുത്തുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഫാക്ടറികൾക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യവും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. നദിയുടെ ഈ നിറമാറ്റത്തിന് കാരണം എന്തെന്ന് കണ്ടെത്താൻ പരിശോധന നടത്തിയപ്പോൾ ഒരു സംശയം ഉരുത്തിരിഞ്ഞു വന്നത് ഈ നദിയുടെ തീരത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയിലേക്ക് തന്നെയാണ്. ഈ ഫാക്ടറിയിൽ നിന്നും പുറത്തു വരുന്ന മാലിന്യമുണ്ട്. ഈ മാലിന്യം ഒരുപക്ഷെ നദിയുടെ നിറമാറ്റത്തിന് കാരണമായേക്കാമെന്നുള്ള പ്രാഥമിക അനുമാനത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയെന്നാൽ തുണിക്ക് നിറം പകരാൻ തുണികളുടെ ഡൈകളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥമുണ്ട്, അനിലിൻ. ഒരുപക്ഷെ ഇത് നദിയിലേക്ക് കലർന്നിട്ടുണ്ടാകാം. നദിയിൽ കലർന്നു കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള അനിലിനെത്തിയാൽ പോലും വലിയ അളവിലുള്ള ജലാശയത്തെ തന്നെ നിറം മാറ്റാനായി ഇതിന് സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന സരണ്ടി എന്ന ഈ നദിയാണ് ഇപ്പോൾ വീണ്ടും മലിനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നദി എത്രയധികം മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വലിയ വിദഗ്ധ പഠനമോ പരിശോധനകളോ ആവശ്യമില്ല എന്നാണ് പരിസരവാസികൾ പറയുന്നത്. അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായി അത് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നിപ്പോൾ ഈ നിറംമാറ്റം കൂടി സംഭവിച്ചപ്പോൾ ബഹിരാകാശത്തിരുന്ന് നോക്കിയാലും ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുമെന്നാണ് പരിസരവാസികൾ കുറ്റപ്പെടുത്തുന്നത്. പല തവണയായി ഈ നദിയുടെ തന്നെ നിറം മാറിയതായി പരിസരവാസികൾ പറയുന്നുണ്ട്. പിങ്ക് കലർന്ന പർപ്പിൾ നിറം, പച്ച നിറം, നീല നിറം, അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള നിറമാറ്റം ഈ നദിയിലുണ്ടായിട്ടുണ്ട്. എണ്ണപ്പാടായും നദിയിൽ കണ്ടിട്ടുണ്ട്. നദിയിലേക്ക് ഫാക്ടറികൾ നിരവധി മാലിന്യമാണ് തള്ളുന്നത്. ഇതുമൂലം ഓരോ തവണയും നദിയുടെ അവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ജലം മലിനമായിക്കൊണ്ടിരിക്കുന്നു. സമാനമായ ആവശ്യം പ്രദേശവാസികൾ ഇതിനു മുൻപും ഉയർത്തിയിട്ടുള്ളതാണ്. അതിനുവേണ്ടിയുള്ള വേണ്ട നടപടികൾ അധികൃതർ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.